വൈഗ കൊലക്കേസിൽ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. പ്രതിയും പിതാവുമായ സനു മോഹൻ കുറ്റക്കാരനെന്നാണ് എറണാകുളത്തെ പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷാ പ്രഖ്യാപനമുണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ കോടതി വിധി പറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 11-കാരിയായ വൈഗയെ മുട്ടാർ പുഴയിൽ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പിതാവ് പ്രതി സനു മോഹൻ കുറ്റക്കാരൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 2021 മാർച്ച് 21-നായിരുന്നു നാടിനെ നടുക്കിയ ഈ കൊലപാതകം. കോടികളുടെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സനു മോഹൻ മകളെ കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. മുട്ടാർ പുഴയിലാണ് മകളെ മദ്യം നൽകി ലഹരിക്കടിമയാക്കി ബോധം കെടുത്തി കൊലപ്പെടുത്തിയത്. ഇതടക്കമുള്ള ക്രൂര കൃത്യങ്ങൾ പിന്നീടാണ് പുറം ലോകം അറിയുന്നത്. 27 ദിവസത്തിന് ശേഷമാണ് സനു മോഹൻ പിടിയിലാകുന്നത്. ഇപ്പോൾ ആ കേസിന്റെ വിധിയാണ് വരുന്നത്. സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി പറയുന്നു. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് കോടതി വിധിയുടെ വിവരങ്ങൾ? പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ കോടതിയിൽ നിന്നും വരുന്നു. പ്രതി സനു മോഹൻ വൈഗ കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൊച്ചിയിലെ എറണാകുളത്തെ പ്രത്യേക പോക്സോ കോടതിയാണ് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ പിതാവ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കളമശ്ശേരിയിലെ മുട്ടാർ പുഴയിലേക്ക് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിഞ്ഞു കളഞ്ഞ സനു മോഹൻ കുറ്റക്കാരനെന്ന പ്രത്യേക കോടതി ജഡ്ജി ഇപ്പോൾ കെ സോമൻ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ IPC 302 കൊലപാതകം, 328, 201, ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ 75, 77 പ്രകാരമുള്ള എല്ലാ വകുപ്പുകളും തെളിഞ്ഞു എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശിക്ഷാവിധിയിൽ വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നും പറയുന്നുണ്ട്. അതൊരു സാങ്കേതിക നടപടിക്രമമാണ്. നിങ്ങൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു, ഇതിന്മേൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതിക്ക് നേരെ ഉണ്ടാകും. ഇതിൽ വാദം അവതരിപ്പിക്കണം. അത് പ്രതിഭാഗവും പ്രോസിക്യൂഷനും അവതരിപ്പിക്കും. ഈ വാദമാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത്. സുപ്രധാനമായ വിധി ഇപ്പോൾ കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൊലപാതകം, ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്നിവയിലെ വിവിധ വകുപ്പുകൾ സനു മോഹനെതിരെ തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. കെ സോമൻ ജഡ്ജ് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിന്ദുവിന് ഇതൊരു വിജയ നിമിഷം കൂടിയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട പറയുകയാണെങ്കിൽ 2021-ലാണ് സംഭവം നടക്കുന്നത്. ഈ കടക്കണി മൂലം കുഞ്ഞിനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആളുകൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് ഇയാൾ കാർവാറിൽ നിന്നാണ് ഇയാളെ 27 ദിവസങ്ങൾക്ക് ശേഷം കർണാടകയിലെ കാർവാറിൽ നിന്നും ഇയാളെ സനു മോഹനെ കണ്ടെത്തുകയാണ് ചെയ്തത്. തുടർന്ന് അവിടെ നിന്നും പോലീസ് ഇവിടേക്ക് എത്തിച്ചു. പിന്നീട് വളരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ ആ കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രത്യേക കോടതി ജഡ്ജ് ആലുവ കേസിലടക്കം സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ച എറണാകുളം പോക്സോ കോടതിയിലെ ജഡ്ജ് കെ സോമൻ അദ്ദേഹം ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ IPC 302 കൊലപാതകം, 328, 201, JJ ആക്ടിലെ 75, 77 വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി പറയുന്നു. ശിക്ഷാവിധിയിൽ ഉച്ചയ്ക്ക് ശേഷം വാദമുണ്ടാകും. സുപ്രധാനമായ വിധി. മകളെ കൊന്ന് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ അച്ഛൻ കുറ്റക്കാരൻ. കൊലക്കേസിലടക്കം ഇയാൾക്ക് ശിക്ഷ വിധിക്കും. എന്താണ് ഇയാൾക്ക് ശിക്ഷ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വധശിക്ഷയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ശിക്ഷാ ഇളവിന് വേണ്ടി പ്രതിഭാഗവും ആവശ്യപ്പെടാനാണ് സാധ്യത. ശ്രീകാന്ത്, എല്ലാ കുറ്റവും തെളിഞ്ഞു എന്ന് പറയുമ്പോൾ പഴുതടച്ചുള്ള അന്വേഷണം അതിന് കിട്ടിയ അംഗീകാരം എന്നല്ലേ? ഒരു സംശയവും വേണ്ട. ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ കുറ്റങ്ങളും ഇയാൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നു. 302 കൊലപാതകം അടക്കമുള്ള ഇയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടാവുന്ന എല്ലാ വകുപ്പുകളും തെളിയിക്കാൻ പ്രോസിക്യൂഷനും സാധിച്ചു. അതിന് തക്ക തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനും സാധിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 98 സാക്ഷികളും അതോടൊപ്പം തന്നെ CCTV അടക്കമുള്ള തെളിവുകളും കോടതി മുൻപാകെ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചിരുന്നു, പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. അത് വിജയത്തിലേക്ക് എത്തിക്കാൻ അഡ്വക്കേറ്റ് ബിന്ദു ഇതിലെ പ്രോസിക്യൂട്ടർക്കും കഴിഞ്ഞു. അതിന്റെ വിജയമായി വേണം ഈ സാനുവിന്റെ ഈ ശിക്ഷ അയാൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതിനെ വിലയിരുത്താൻ. സനു മോഹൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അയാൾക്കെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും അത് തെളിഞ്ഞിരിക്കുന്നു.
സ്വന്തം മകളെ കൊലപ്പെടുത്തിയ അച്ഛൻ, ആ അച്ഛന് നീതിപീഠം എന്ത് ശിക്ഷയാകും ഇനി നൽകുക? വധശിക്ഷയാണോ പ്രോസിക്യൂഷൻ പറയും പോലെ, അതോ ഇളവ് വരുത്തി ജീവപര്യന്തമാണോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ശ്രീകാന്ത്, ഈ പ്രതിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഇന്ന് കോടതിയിൽ? ഈ അല്പസമയം മുമ്പ് ഇയാളെ കൊണ്ടുവന്നപ്പോഴും ഇയാൾ മാധ്യമങ്ങളിലോ അവിടെ കൂടിയിരുന്ന ആളുകളുടെയോ മുഖത്ത് പോലും നോക്കാതെയാണ് നിന്നത്. കോടതി മുറിക്കകത്ത് കയറ്റിയപ്പോഴും ഇയാൾ അധികം എന്തെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ ഇയാളുടെ മുഖത്ത് ഭാവഭേദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിർവികാരനായി വിധി കേൾക്കുകയാണ് ഉണ്ടായത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇയാളോട് കോടതി എന്തായാലും ഇയാളുടെ അഭിഭാഷകനോടും ഇയാളോടും ഈ ശിക്ഷയിന്മേലുള്ള വാദം അതിനിടയ്ക്ക് കാര്യങ്ങൾ ചോദിക്കും. മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷയിന്മേലുള്ള വാദം കോടതി മാറ്റിവെച്ചില്ല. അത് ഇന്ന് തന്നെ കോടതി നടത്തുകയാണ് ഉണ്ടായത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.